ഗൾഫിലെ യുദ്ധഭീതി മുതലെടുത്ത് ഇന്ത്യയിൽ ഇന്ധനം പൂഴ്ത്തിവെക്കാൻ ശ്രമിച്ച കരിഞ്ചന്തക്കാർക്കും വൻകിട ലോബികൾക്കും കേന്ദ്ര സർക്കാരിന്റെ വമ്പൻ പൂട്ട്. രാജ്യത്ത് ഡീസൽ വിതരണത്തിൽ കർശന നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഇനി മുതൽ പെട്രോൾ പമ്പുകളിൽ നിന്ന് ഒരാൾക്ക് പരമാവധി ലഭിക്കുക 200 ലിറ്റർ ഡീസൽ മാത്രം. അനാവശ്യ ഭീതി പരത്തി ലാഭമുണ്ടാക്കാൻ ശ്രമിക്കുന്നവർക്കുള്ള കേന്ദ്രത്തിന്റെ ശക്തമായിട്ടുള്ള താക്കീതാണിത്. വെള്ളിയാഴ്ച പുറത്തിറക്കിയ പുതിയ ഉത്തരവ് പ്രകാരം രാജ്യത്തെ സാധാരണ റീറ്റെയിൽ പെട്രോൾ പമ്പുകളിൽ ഹൈസ്പീഡ് ഡീസൽ വിൽപ്പനയ്ക്കാണ് ഇപ്പോൾ പരിധി നിശ്ചയിച്ചിരിക്കുന്നത്. ഏതൊരു ഉപഭോക്താവിനും ഒരു ദിവസം പരമാവധി 200 ലിറ്റർ മാത്രമേ ഇനി വാങ്ങാൻ കഴിയൂ. വരും ദിവസങ്ങളിൽ കൃത്രിമ ക്ഷാമം ഉണ്ടാകാതിരിക്കാൻ 90 ദിവസത്തേക്ക് മാത്രമുള്ള ഒരു താൽക്കാലിക സംവിധാനമായിട്ടാണ് ഈ നിയന്ത്രണം കൊണ്ടുവന്നിരിക്കുന്നത്. വ്യാവസായിക വാണിജ്യ ആവശ്യങ്ങൾക്ക് വലിയ അളവിൽ ഡീസൽ വേണ്ടവർക്ക് ഇനി മുതൽ സാധാരണ പമ്പുകളിൽ നിന്ന് ഇന്ധനം ലഭിക്കില്ല. അവർ സർക്കാർ നിശ്ചയിച്ച പ്രത്യേക ഡിപ്പോകളെ തന്നെ സമീപിക്കണം. ഇറാൻ സംഘർഷവും ഹോർമൂസ് കടലിടുക്കിലെ യുദ്ധ സാഹചര്യവും കാരണം ഇന്ത്യയിൽ ഇന്ധനക്ഷാമം ഉണ്ടാകുമെന്ന വ്യാജ പ്രചാരണം ശക്തമായിരുന്നു. ഇത് മുതലെടുത്ത് പലയിടത്തും വൻകിട ലോബിയിങ് ഗ്രൂപ്പുകൾ വലിയ തോതിൽ ഡീസൽ വാങ്ങിക്കൂട്ടി പൂഴ്ത്തിവെക്കാൻ തുടങ്ങി. രാജ്യത്ത് ഡീസലിന് യാതൊരു ക്ഷാമവുമില്ലെന്ന് വ്യക്തമാക്കിയ കേന്ദ്ര സർക്കാർ ഈ പൂഴ്ത്തിവെപ്പുകാർ ഭാവിയിൽ വില കൂട്ടി വിൽക്കുന്നത് തടയാനാണ് ഇപ്പോൾ ഒറ്റയടിക്ക് ഈ 200 ലിറ്റർ പരിധി കൊണ്ടുവന്നിരിക്കുന്നത്. ഈ തീരുമാനത്തിന് പിന്നിൽ കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ സാമ്പത്തിക ലക്ഷ്യങ്ങളുണ്ട്. ക്രൂഡ് ഓയിൽ വില കുതിച്ചുയരുമ്പോൾ ഡൈനാമിക് നിരക്കുകൾ നൽകേണ്ട വൻകിട വ്യവസായികളും ട്രാൻസ്പോർട്ട് കമ്പനികളും സാധാരണക്കാരുടെ റീറ്റെയിൽ പമ്പുകളിൽ നിന്ന് ഇന്ധനം അടിച്ചെടുക്കുന്നത് ഇന്ത്യൻ ഓയിൽ കമ്പനികൾക്ക് വലിയ സാമ്പത്തിക നഷ്ടമാണ് ഉണ്ടാക്കുന്നത്. അവരെ തടയുന്നതിലൂടെ സാധാരണക്കാരന്റെയും കർഷകന്റെ ട്രാക്ടറുകളുടെയും ഒക്കെ ഇന്ധനവില വർദ്ധിക്കാതെ കേന്ദ്രം പിടിച്ചു നിർത്തുകയാണ്. അതോടൊപ്പം പൂഴ്ത്തിവെപ്പിലൂടെ രാജ്യത്ത് കൃത്രിമ വിലക്കയറ്റം സൃഷ്ടിച്ച് അതിനെ രാഷ്ട്രീയ ആയുധമാക്കാനുള്ള പ്രതിപക്ഷ നീക്കങ്ങളെ കൂടിയാണ് കേന്ദ്ര സർക്കാർ വെട്ടിനിരത്തിയിരിക്കുന്നത്. ഇതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം പമ്പുടമകൾക്കും സംസ്ഥാന സർക്കാരുകൾക്കും നൽകിയതിലൂടെ കരിഞ്ചന്ത തടയേണ്ട ബാധ്യതയും കേന്ദ്രം കൃത്യമായി വികേന്ദ്രീകരിച്ചിരിക്കുന്നു. പ്രതിസന്ധികളെ മറയാക്കി രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രത തകർക്കാൻ ശ്രമിക്കുന്ന ലോബികൾക്ക് ഇനി ഇന്ത്യയിൽ സ്ഥാനമില്ല. വൻകിടക്കാരുടെ കൊള്ളലാഭത്തെക്കാൾ സാധാരണക്കാരുടെ അവകാശങ്ങൾക്കാണ് കേന്ദ്ര സർക്കാർ മുൻഗണന നൽകുന്നത്. ലോജിസ്റ്റിക്സ് മേഖലയിൽ ചെറിയ പ്രതിസന്ധികൾ ഉണ്ടാകാമെങ്കിലും രാജ്യത്തിന്റെ പൊതു താൽപര്യം സംരക്ഷിക്കാൻ ഭാരതം പ്രതിജ്ഞാബദ്ധമാണ്. ന്യൂസ് ഡെസ്ക് മലയാളം.